ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വെച്ച് നമ്മുടെ കണ്ണനമ്മാവൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അമ്മയും അച്ഛനും ഞാനും കൂടിയാണ് പോകുന്നത്. കണ്ണന് പൂജയുടെ ക്യാമ്പ് ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിതാ ട്രെയിൻ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. വന്ദേ ഭാരതിന് എല്ലായിടത്തും സ്റ്റോപ്പില്ല. നമ്മുടെ ഇവിടെ സ്റ്റോപ്പുള്ളത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ സ്റ്റേഷൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യാത്രിയെ അപ്പോൾ നമ്മുടെ ട്രെയിന് 7 മണിയായപ്പോഴത്തേക്കും വന്നു. നമ്മൾ കോച്ച് പൊസിഷനൊക്കെ കറക്റ്റായിട്ടായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം കയറാനൊക്കെ പറ്റി. സീറ്റൊക്കെ എല്ലാം അറേഞ്ച് ആയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ പത്രം ഉണ്ട് നമ്മുടെ ഓരോ സീറ്റിലും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മസാല ചായയും ബിസ്ക്കറ്റും കൊണ്ട് തന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നു നമുക്ക് ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതാ മസാല ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയും കലക്കാണോടി കൊച്ചു ഗല്ലി. ഞങ്ങൾക്ക് 3 പേർക്കും ബിസ്ക്കറ്റ് കിട്ടി. പക്ഷേ എനിക്കിത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പം അച്ഛൻ ടേസ്റ്റ് നോക്കെന്ന് പറഞ്ഞ് പൊട്ടിച്ചു തന്നാ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട, കേസരി, പിന്നെ ഒരു ലോട്ടൽ ചോക്കോപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ അച്ഛൻ ദാ ട്രെയിനിൻ്റെ ഫ്രണ്ടും കൂടെ കാണാവുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്കും ദാ അടിപൊളി വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പം നമ്മൾ മറ്റേ റീൽസിലൊക്കെ കാണുന്ന സ്ഥലമല്ലേ, ഇങ്ങനെ ട്രെയിൻ പോയിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത്, ആ റെയിൽ പാതയുടെ അവിടെ എത്തി. അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് അടുത്ത സെറ്റ് സാധനം വന്നു. കോഫി പൗഡറും മിൽക്ക് പൗഡർ, ഷുഗർ, ബിസ്ക്കറ്റ്, പിന്നെ ചൂടുവെള്ളം കൊണ്ട് തന്നു. ഇനി നമ്മൾ വീണ്ടും കലക്കുകയാണ്. അപ്പോൾ അമ്മ ഇട്ടപ്പം കുറച്ച് പൊടി കൂടിപ്പോയി. അപ്പോൾ അതാണ് അമ്മ പറഞ്ഞത്, നിങ്ങളിടുമ്പോൾ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൊടിയിട്ട് ചെറിയ കടുപ്പത്തിൽ കോഫിയൊക്കെ എടുത്തു. ഇപ്പോൾ അതാ നമ്മൾ ഉത്രാളിക്കാവാണ് പാസ് ചെയ്തത്. അപ്പം അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടു. അതായത് ആ റൈറ്റ് സൈഡിൽ ഭാരതപ്പുഴ നമുക്ക് കാണാം. അപ്പം നമ്മൾ കോഴിക്കോട് എത്തി. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ ഇറങ്ങിയത്. നല്ല അടിപൊളി യാത്രയായിരുന്നു വന്ദേ ഭാരതിൽ. നമ്മുടെ കണ്ണമ്മോൻ ഇല്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതാ ഇവിടെ ഒരു 11 മണിക്കാണ് എത്തിയത്. ഇവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചു. ഒരു ചേട്ടനോട് പറഞ്ഞു ഇന്ന ഓഡിറ്റോറിയത്തിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി, നമ്മുടെ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം വയനാട് റോഡിലുള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു, മഹാത്മാ ഓഡിറ്റോറിയം. അപ്പം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ അപ്പൂസ് നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇത് അപ്സ്റ്റേഴ്സിലായിരുന്നു ഓഡിറ്റോറിയം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിതാ ചെന്നപ്പോൾ മുത്തശ്ശൻ, മുത്തശ്ശി, അപ്പു അപ്പൻ, ഉണ്ണിയമ്മാവൻ, ആര്യമ്മായി, ഉണ്ണിമോള് എല്ലാവരും തന്നെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറി കാണാം.
അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മുത്തശ്ശൻ, മുത്തശ്ശി, വിദ്യചിറ്റ, ഉണ്ണിയപ്പൻ, സന്തോഷപ്പൻ അവരത്രയും പേരും ജനശതാബ്ദിക്കായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അത് 1:45-നാണ്. അപ്പോൾ അവർ നേരത്തെ ഊണ് കഴിച്ചിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഊണ് കഴിക്കാനായിട്ടിരുന്നു. നമ്മളവിടെ വെച്ചിട്ട് നമ്മുടെ സപ്തസ്വരം ഗ്രൂപ്പിലെ വന്ദന ചേച്ചി ആദ്യമായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. നമ്മളെ കിച്ചു ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു കണ്ണനമ്മാവൻ്റെ കാറിൽ. അപ്പോൾ ഇവരെല്ലാവരും വേറൊരു ട്രെയിനിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, ഞങ്ങൾ ബസ്സിനായിരുന്നു ബുക്ക് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഇടിച്ച് തള്ളിയാണ് കാറിലിരുന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ കോഡ് റോഡിൻ്റെ അവിടെ ഇറക്കിയിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കോഡ് റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മിഠായി തെരുവ് അവിടെ എത്തി. പിന്നെ നമുക്ക് ഒത്തിരി ടൈം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഫേമസ് ആയിട്ടുള്ള മൈതാനം ഉണ്ടായിരുന്നു, അവിടെയും കയറി എല്ലാം കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണല്ലോ പ്രധാനം. അപ്പം നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പം നമ്മൾ AC ലോ ഫ്ലോർ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ വൈകിട്ട് 3:30 ആയി അവിടെ നിന്ന് നമ്മുടെ ബസ് എടുത്തപ്പോഴത്തേക്കും. 3 മണി കഴിയുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞ് 3:30 ആയി എടുത്തപ്പോഴത്തേക്കും. അപ്പം നമ്മൾ പല ആംഗിളിൽ വീഡിയോസൊക്കെ എടുത്തു, കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അങ്കമാലിലാണ് നിർത്തിയത്. അവിടെ ശരവണ ഭവനിൽ കയറി ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 12 മണി ആവാറായി കോട്ടയം ഒക്കെ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഭയങ്കര ആളാട്ടോ അവിടെയെല്ലാം. ഞാൻ ആദ്യമായിട്ട് രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ 11:20 എത്തേണ്ട ബസ് 1:20 നമ്മൾ ചെങ്ങന്നൂർ എത്തിയപ്പോൾ നമ്മുടെ കാർ അവിടെയായിരുന്നു. പിന്നെ അവിടെ പോയി അതെടുത്തു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.